They dash to the park every day. Go, went, gone. I dash my breakfast at 8 a.m. today. Has, have, had. രണ്ട് fill in the blank sentences-ഉം അതിൻ്റെ കുറച്ച് ഓപ്ഷൻസും ആണല്ലോ കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാങ്ക് സ്പേസിൽ ആപ്റ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. They dash to the park every day. അതിൻ്റെ മലയാളം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാ ദിവസവും പാർക്കിൽ പോകാറുണ്ട്. പോകാറുണ്ട് എന്നാണ് പറയുന്നത്. പോകാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു ഹാബിച്വൽ ആക്ഷനാണ്. ഡെയിലി ചെയ്യുന്നൊരു കാര്യം. എവറി ഡേ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഹാബിച്വൽ ആക്ഷൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും പറയാം. അപ്പോൾ ഇവിടെ വരുന്ന വേർഡ് ഏതായിരിക്കും ഇവിടെ ആപ്റ്റ് ആയിട്ട്? ദേ ഡാഷ് ടു ദ പാർക്ക് എവറി ഡേ. ഗോ ആയിരിക്കോ, വെന്റ് ആയിരിക്കോ, ഗോൺ ആയിരിക്കോ? നമുക്ക് ഓപ്ഷൻസ് തന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗോ എന്ന് പറയുന്നത് പോവുക, V1 ആണ്. V1 വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഗോ. വെന്റ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഫോമും ഗോൺ എന്ന് പറയുന്നത് അതിന്റെ തേർഡ് ഫോമും ആണ്. ഇവിടെ എന്തായാലും വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരുള്ളൂ. ഇവിടെ ഗോ ആണ് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്. ദേ ഗോ ടു ദ പാർക്ക് എവറി ഡേ. അവരെല്ലാ ദിവസവും പാർക്കിൽ പോകാറുണ്ട്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഐ ഡാഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 a.m. ടുഡേ. ഞാൻ ഇന്ന് 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഐ ആണ് വന്നിട്ടുള്ളത്. ഐ ആണ് സബ്ജക്റ്റ്. ഐ സബ്ജക്റ്റ് വരുമ്പോൾ ഇതിൽ ഹാസ് വരില്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഹാസ് വരുന്നത് എപ്പോഴാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇവിടെ ഹാവ് ആവാം, ഹാഡ് ആവാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു സെന്റൻസ് ഉള്ളത് ഏത് ടെൻസിലാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഐ ഡാഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 a.m. ടുഡേ. ഇന്ന് കഴിച്ചു എന്നാണ് പറയുന്നത്. കഴിച്ചു എന്നുള്ളത് അപ്പം എന്താ? പാസ്റ്റ് ടെൻസ് ആണ് വരിക. ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ ഹാവ് ആയിരിക്കോ, ഹാഡ് ആയിരിക്കോ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.